ലോകത്ത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന വേദന സംഹാരികളിൽ ഒന്നാണ് പാരസെറ്റാമോൾ. ഇപ്പോൾ ഇതാ പുതിയ പാർശ്വഫലങ്ങൾ പാരസെറ്റാമോളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ വേദന സംഹാരികളുടെ വിൽപ്പനയിൽ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് യൂറോപ്പ് വർധനയാണ് രേഖപ്പെടുത്തുന്നത്. കണക്കനുസരിച്ച് ജർമ്മനിയിൽ 4-ൽ 1 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പാരസെറ്റമോൾ കഴിക്കുന്നവരുണ്ട്. തലവേദന മുതൽ പനിക്ക് വരെ പാരസെറ്റമോൾ നിർദ്ദേശിക്കപ്പെടുന്നുമുണ്ട്. അതായത് ആഗോളതലത്തിൽ ഏറ്റവും പ്രശസ്തമായ വേദന സംഹാരികളിൽ ഒന്നാണ് പാരസെറ്റമോൾ. മിക്കവാറും എല്ലാ വീടുകളിലും ഇത് കാണപ്പെട്ടു വരുന്നുമുണ്ട്. എന്നാൽ ഇനി സൂക്ഷിച്ചോളൂ, 2023 STADA ഹെൽത്ത് റിപ്പോർട്ട് പ്രകാരം പാരസെറ്റമോളിന്റെ അമിത ഉപയോഗം അസിഡിഫിക്കേഷനിലേക്ക് നയിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡ്രഗ്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ മെറ്റബോളിക് അസിഡിസിസ് ഒരു പുതിയ പാർശ്വഫലമായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് രക്തത്തിന്റെ ഹൈപ്പർ അസിഡിഫിക്കേഷന് കാരണമാകുന്നവയുമാണെന്നും. വൃക്കരോഗം ഉള്ളവരെയാണ് ഇത് കൂടുതലായും ബാധിക്കുക. അതിനാൽ അസുഖം ഭേദമാവാൻ വേണ്ടി കഴിക്കുന്ന പാരസെറ്റമോൾ പോലുള്ള മെഡിസിനുകൾ അമിതമായാൽ പുതിയ രോഗത്തിലേക്കുള്ള പോക്കായിരിക്കും. മരുന്നുകളുടെ അമിത ഉപയോഗം കുറച്ചുകൊണ്ട് ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം.